ഇത് എളുപ്പത്തിൽ 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വടയാണ്. ഇത് ക്രിസ്പിയാണ്, ഓൾസോ ടേസ്റ്റിയാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ്. ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഉഴുന്ന വടയാണ്. പക്ഷേ അത് ഉഴുന്ന് കൊണ്ടല്ല, റവ കൊണ്ടുള്ള വടയാണ്. റവ കൊണ്ട് നമുക്ക് ഉഴുന്ന വട തയ്യാറാക്കാം. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: മല്ലിയില, ഇഞ്ചി, കറിവേപ്പില, സബോള, പച്ചമുളക്, സെമോളിനോ അല്ലെങ്കിൽ റവ. അപ്പം നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അടുപ്പത്ത് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഉഴുന്ന് നമുക്ക് അരയ്ക്കോ തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യണ്ട. ഇത് പെട്ടെന്ന് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. കുറച്ച് ചില്ലി ഫ്ലേക്സ് ഓപ്ഷനിലാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം ചേർക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് റവയാണ്. റവ അല്ലെങ്കിൽ സെമോളിനോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി, കാരണം നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് കുറച്ച് ഒഴിച്ചാൽ മതി. ഞാനൊരു സ്പൂൺ ഒഴിച്ചു. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈയിങ് പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഉഴുന്നുവടയുടെ ഷേപ്പിലാക്കണം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ ഷേപ്പിലാക്കണം. നമുക്ക് എണ്ണയിലോട്ടിടാതെ ഞാനൊരു 5 എണ്ണം ഉഴുന്നുവടയുടെ ഷേപ്പിലാക്കിയിട്ട് എണ്ണയിലാക്കിയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. ഞാൻ അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കണം. തിരിച്ചൊന്നിട്ട് കൊടുക്കണം. ഏത് ഭാഗമാണോ വേകാത്തത് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. അങ്ങനെ രുചികരമായ റവ ഉഴുന്നുവട തയ്യാറായിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. നമുക്ക് ചമ്മന്തിയുടെ കൂടെയോ മുളകിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടി തിന്നാം. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.